ഹായ് കൂട്ടുകാരെ, അപ്പം ഞാനും മക്കളും കൂടി ഇതേ മുടിപ്പുരയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് തൊഴുതിട്ട് പച്ചപ്പന്തലിൽ ചെന്ന് അമ്മച്ചിയെ തൊഴുതതിന് ശേഷം പിന്നെ 2 തൂക്കവും കണ്ടിട്ട് പിന്നെ എഴുന്നള്ളത്ത് കാണാനൊന്നും നിന്നില്ല. നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് കുറേ സമയമൊക്കെ നിന്നിട്ട് പിന്നെ നേരെ നമ്മൾ സായാഹ്ന ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തോട്ട് പോയി. അവിടെ നല്ല തിരക്കാണേ. അത് നേരം വെളുക്കുവോളം തൂക്കം കാണുമല്ലോ. അപ്പോൾ അതിനുള്ള ഭക്ഷണം അവർ തയ്യാറായിക്കൊണ്ട് നിൽക്കുകയാണ്. വരുന്ന ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ ചെന്ന് വരിക്ക് ക്യൂ നിന്ന് ഇന്ന് അറ്റം വരെ കിടക്കുമായിരുന്നു. അപ്പോൾ ഒത്തിരി ക്യൂ ഉണ്ടായിരുന്നു. അപ്പം നമ്മളും അതുപോലെ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു. നമുക്ക് വീട്ടിൽ വന്നപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ കൂട്ടുകാർ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ. പിന്നെ പൊങ്കാലയെല്ലാം കഴിഞ്ഞതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. എന്നാലും നമ്മളത് കാണിക്കുന്നില്ല. കാല് വേദനയൊക്കെ ഉണ്ട്. എന്നാലും അപ്പവും കുറുമക്കറിയായിരുന്നു. വിശന്നിട്ട് പണ്ടാരടങ്ങി നിൽക്കുമായിരുന്നു. പക്ഷെ ഭക്ഷണമെല്ലാം കിട്ടി, കഴിച്ചു. നേരെ വീട്ടിലോട്ട് വച്ച് പിടിച്ചു. അപ്പോൾ ഈ വർഷത്തെ ഉത്സവം എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്ത വർഷം കാണാം. ഇനി വീട്ടിൻ്റെ അടുത്തൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ഇതുപോലെയൊന്നും ആവത്തില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയല്ലേ ഒരു സന്തോഷം.